ശ്രീനിവാസൻ. ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ, ഈ രണ്ട് മുന്നണികളും SDP വോട്ടിന്റെ വിഷയത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ തയ്യാറാവുന്നില്ല? ഒരു വർഗീയ പാർട്ടികളുടെയും വോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ, പത്രസമ്മേളനത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഗീയ പാർട്ടികളുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ആയില്ലേ? പേര് പറയുന്നില്ല, ആവർത്തിച്ച് ചോദിക്കുമ്പോൾ SDP പേര് പറയണമെന്നില്ല, അതിലെല്ലാം അടങ്ങിയില്ല. ഇപ്പൊ പേര് പറയാൻ എന്താണ് മടി? ഇതിന്റെ ഒരു പേര് പറഞ്ഞില്ലാതെ എല്ലാം ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്ത് എങ്ങനെയാണ് നിലപാട്? അടങ്ങി നിയമത്ത് എന്താണ് നിലപാട് എന്നുള്ളതില്ല കേരളത്തിൽ. അതല്ല, കാരണം പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിൽ ഇപ്പം ഒരു കാലത്ത് പറഞ്ഞ കോൺഗ്രസ് ആയിരുന്നു മുഖ്യ ശത്രു, ഇന്ന് മുഖ്യ ശത്രു കോൺഗ്രസ് ആണോ? ഇന്ന് BJP ആണ് മുഖ്യ ശത്രുവായിട്ട് പിന്നെ LDF കാണുന്നത്. അതുപോലെ സാഹചര്യങ്ങൾ മാറുമല്ലോ, അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചില നിലപാടുകൾ എടുക്കും, അത് സ്വാഭാവികമല്ലേ? ഇപ്പം വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഗീയ പാർട്ടികളും വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം അടങ്ങിയെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് ശ്രീ പ്രേമന? ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് പറയുകയും നിയമത്ത് അവിടെ SDP വോട്ട് വേണമെന്ന് അവർ പരസ്യമായി വോട്ട് നിങ്ങൾക്കാണ് പിന്തുണ നൽകുന്നതെന്ന് പറയുന്നു, കഴിഞ്ഞ തവണ പിന്തുണ നൽകിയെന്ന് പറയുന്നു, അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു എല്ലാവരുടെയും വോട്ട് ഞാൻ സ്വീകരിക്കുമെന്ന് സ്ഥാനാർത്ഥി തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ അതിനെല്ലാം അടങ്ങി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല, ഒഴിഞ്ഞു മാറി എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി വെളിപ്പെടുത്തേണ്ടത് മുഖ്യമന്ത്രി പിന്നെ ഇന്നലെ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെളിപ്പെടുത്തിയിട്ടില്ല ശ്രീ പ്രേമൻ. ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ എണീറ്റ് പോയത് തന്നെ ഈ ചോദ്യത്തോട് പ്രതികരിക്കാതെയാണ്. ചർച്ച നടത്തിയിട്ടില്ല, അതിൽ എല്ലാം അടങ്ങി. അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഓരോ പിന്നെ പാർട്ടിന് SDP ആയാലും വെൽഫെയർ പാർട്ടി അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പറയേണ്ടെന്ന് ആവശ്യമില്ല, അതിലെല്ലാം അടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ നിലപാട് അങ്ങനെ അല്ല കേട്ടോ. വെൽഫെയർ പാർട്ടിയെ കുറിച്ച് അതുകൂടി താങ്കൾ ഓർത്തിരുന്നു ചേർത്ത് പറയുമ്പോൾ വെൽഫെയർ പാർട്ടി ഇത്തവണ എടുത്ത നിലപാടെന്താണ് താങ്കൾക്ക് അറിയാമല്ലോ. അറിയാലോ, കഴിഞ്ഞ UDF അപ്പൊ പിന്നെ അതിനകത്ത് അത് ചേർത്ത് പറയണ്ട. ശരി, ദിനേശനാണ് കാസർഗോഡ്. ദിനേശൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാവും ഈ SDP വോട്ട് ചില സ്ഥലങ്ങളിൽ UDF-നും ചില സ്ഥലങ്ങളിൽ LDF-നും ഇത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണോ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്? എന്നാൽ ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാനും ഇരുകൂട്ടരും തയ്യാറല്ല. ദിനേശൻ പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. ആദ്യമായിട്ടാണ് സാറെ കിട്ടുന്നത്. ശരി ശ്രീ ദിനേശൻ. ദിനേശൻ എവിടെയാണ്? കാസർഗോഡ്. കാസർഗോഡ് ബേക്കൽ ബീച്ചിന്റെ അടുത്താണ് സാറേ. ഓക്കെ, ശരി. താങ്കൾക്ക് എന്താണ് ഈ അഭിപ്രായത്തിൽ? സ്വാഭാവികമായും കാസർഗോഡ് ആകുമ്പോൾ ഈ SDP രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ നന്നായി അറിയായിരിക്കുമെന്ന് കരുതുന്നു. നമുക്ക് വികസനം വേണം, പാവപ്പെട്ടവരെ സഹായിക്കണം. പറഞ്ഞോളൂ. ആര് വന്നാലും ജനങ്ങളെ വേദന അത് അറിയാപ്പോ. ശരി, ഓക്കെ. ശ്രീ സുനിലാണ്, ദുബൈയിൽ നിന്നാണ്. ശ്രീ സുനിൽ, താങ്കൾക്ക് ഈ SDP ഇരു മുന്നണികളുടെയും നിലപാടിൽ എന്താണ് അഭിപ്രായം? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ഞാൻ പറയാൻ വന്നത് ഈ SDP നിലപാട് ഇരു മുന്നണികളുടെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പം എല്ലാവരും തരാതരം വോട്ടാണല്ലോ. അതും ഈ ഒരു രജിസ്റ്റേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെയും വോട്ടാണല്ലോ എല്ലാവരും പ്രശ്നം. ഞാൻ പറയാൻ വന്നതല്ല, ഞാൻ പറയുമ്പോൾ അതിലും ലാർജർ സ്കെയിലുള്ള ഒരു വിഷയമാണ്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് LDF ആണെന്ന് കേൾക്കുന്നവർ പലരും പറയും. അതുകൊണ്ടല്ല, 10 വർഷമായിട്ട് ഭരിച്ചതിനകത്ത് ഒത്തിരി പോരാളികളുണ്ട് LDF-ന്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ UDF-നെ താരതമ്യം ചെയ്ത് LDF തന്നെ വരുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പറഞ്ഞ ലാർജർ പെർസ്പെക്റ്റീവിലെ കാര്യം പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഭരണത്തിൽ ഇപ്പൊ ആര് മുഖ്യമന്ത്രി അതൊക്കെ UDF ഗാനം ജയിച്ചു വന്നാൽ അവരുടെ വിഷയമാണ്, അത് എത്ര ടൈം എടുക്കും അതും അവരുടെ വിഷയമാണ്. പക്ഷെ റിസോഴ്സസ് പലതും പല വഴിക്കും 10 വർഷം ഭരണത്തിനില്ലാത്തതിന്റെ നമുക്കറിയാം അവിടെ എങ്ങനെയാ സംഭവിക്കാൻ പോകുന്നത്. LDF സംഭവിക്കുന്നതിനെക്കാട്ടി രൂക്ഷമായിട്ടുള്ള നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. ഇനി വേറെ ഇതിനെക്കാട്ടി ഏറ്റവും വലിയ ലാർജർ പ്രശ്നം UDF വന്നുള്ള വേറെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിന് 3 മുതൽ 4 സ്റ്റേറ്റുകൾ, അതിൽ കർണാടകയാണ് മെയിനായിട്ട്. കർണാടകയും തെലങ്കാനയാണ് കേന്ദ്രത്തിലേക്ക് റിസോഴ്സസ് പോകുന്ന സ്റ്റേറ്റ്. അതിൽ കർണാടകയുടെ കാര്യം താങ്കൾക്ക് നന്നായിട്ട് അറിയാം. എന്താ സംഭവിക്കാൻ അവിടുത്തെ ഈ ഇലക്ഷൻ നടക്കുന്നുണ്ട്, കഴിഞ്ഞ ഉടനെ DK ശിവകുമാർ വാളെടുക്കും. ഹിമാചലിലാണെങ്കിൽ 3 മാസമായി. നമ്മുടെ വിഷയം അതല്ല, അതൊക്കെ ഓരോ പാർട്ടികളും. അല്ല, ഞാൻ പറഞ്ഞത് ഹിമാചലിൽ നമ്മുടെ വിഷയമുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിലേക്ക് കടന്ന് മുന്നോട്ട് പോകാനാവില്ല. അത്തരം ചർച്ചകളൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളൊക്കെയാണ്. നമ്മൾ പക്ഷേ ഒരു ദിവസം ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തിൽ അഭിപ്രായം പറയണം എന്നുള്ളതാണ്. നമുക്ക് വേഗത്തിൽ നമുക്ക് അടിവേളയിലേക്ക് കടക്കും മുമ്പ് ചില YouTube കമന്റുകൾ കൂടി വേഗത്തിലൊന്ന് ഞാൻ വായിക്കാം. ഷിജു കിരിയത്ത് അതുപോലെ നമസ്കാരം പറയുന്നുണ്ട്. SDP RSS ബൈ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്ന് പറയുന്നു. ഷിജു കിരിയത്താണ്. SDP-യും RSS-ഉം ബൈ ആണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. മുന്നണി സംവിധാനത്തിൽ മാറ്റം വരാതിരിക്കാം. എല്ലാ മുന്നണികളുടെയും പ്രധാന ലക്ഷ്യം വിജയമാണ്. കേരളത്തിൽ ഇതൊരു പുതുമയല്ലല്ലോ എന്ന് ഡോക്ടർ MB മണി പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു, ജയിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടി സിന്ദാബാദ്.
ന്യൂസ് 18 അവതാരകന് മുസ്ലിം ലീഗിനെ വെള്ളപൂശാൻ എത്ര ലക്ഷം കിട്ടി? ശിവൻ കാരോളിയാണോ ലക്ഷങ്ങൾ തന്നത്? എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പർ കൂടി തരാം ശ്രീ ശിവൻ കാരോളി. ലേശം വിവരമൊക്കെ ആവാം ഏതായാലും ആരായാലും ഈ ശിവൻ കാരോളിക്ക്. കിരൺ സാർ നമസ്കാരമെന്ന് സുനിൽകുമാർ പറയുന്നു. ജയകുമാർ തിരക്കിലാണ്, ഇന്ന് കണ്ടില്ലല്ലോ. അതോടൊപ്പം തന്നെ ഇടത് വലത് പാർട്ടികളുടെ മതേതരമാണ് ഇവിടെ വ്യക്തമാകുന്നത്. 4 വോട്ടിന് വേണ്ടി IS ചേരാൻ വരെ 2 മുന്നണികളും റെഡിയാണെന്ന് സുനിൽകുമാർ പറയുന്നു. VC തോമസ് പറയുന്നു, കേരളത്തിലെ വിവിധ ചാനലുകൾക്കും പത്രങ്ങൾക്കും 23 അഭിമുഖം 1 മണിക്കൂർ സമയം മുഖ്യമന്ത്രി നടത്തിയതാണ്. എല്ലാ കാര്യങ്ങളും അന്ന് വിശദമായി ചോദിക്കുകയും പറയുകയും ചെയ്തു. 23 മണിക്കൂറിൻ്റെ കഥ എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം എല്ലാ ചാനലുകൾക്കും അഭിമുഖം നൽകിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനെന്നും തുടക്കം മുതൽ കാണാറുണ്ട്. ഇലക്ഷൻ്റെ തിരക്കാണെന്ന് ജയകുമാർ പറയുന്നു. 5 മുതൽ 55 വരെ മുഖ്യമന്ത്രി പറയും, പിന്നെ 5 മിനിറ്റ് എന്ത് ചോദിക്കാനാണ്, 59 ആകുമ്പോൾ ഇത്രയും മതി എന്ന് പറഞ്ഞ് എണീറ്റ് പോകും എന്ന് പറയുന്നു. പക്ഷേ ഒരു കാര്യം കൂടി ആലോചിക്കണം, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അങ്ങനെ ഒരു 5 മിനിറ്റ് പോലും തരാത്ത ഒരാളാണ് കഴിഞ്ഞ 10-11 വർഷമായി എന്നതുകൂടി ഉണ്ട്. ഇപ്പോൾ അത്രയെങ്കിലും വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയണം. എത്ര ന്യായീകരിച്ചാലും മുഖ്യൻ്റെ ധാർഷ്ട്യം അത് അംഗീകരിക്കണമെങ്കിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് സുനിൽകുമാറൊക്കെ പറയുന്നു. പിന്നെയും ഒരേ ആളുകളൊക്കെ തന്നെയായതുകൊണ്ടാണ് അവരുടെ ഇത് വായിക്കാത്തത്. മാസ്ക്വീൻ ടോക്സ്, ഞാൻ അപർണ. പാർട്ടികൾക്ക് SDPI വോട്ട് വേണ്ട എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പൊതുവേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ നേരിട്ട് വോട്ട് വേണ്ട എന്ന് പറയില്ല. തുറന്നു പറഞ്ഞാൽ വോട്ടർമാരെ നഷ്ടപ്പെടാനുള്ള സാധ്യത എന്നുള്ളതാണ് മാസ്ക്വീൻ ടോക്സ് പറയുന്നത്. അത് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ആ തരത്തിലൊക്കെ ആവും പാർട്ടികളൊക്കെ. അവർക്ക് വേണ്ട എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല, പക്ഷേ അവരെ അടുപ്പിക്കാനും ആർക്കും അത്ര താല്പര്യവുമില്ല. അജിത് കുമാർ മാറോളി പറയുന്നു, മിസ്റ്റർ ശ്രീനിവാസൻ താങ്കൾ പ്രസ്തുത പ്രസ് മീറ്റ് കണ്ടിരുന്നോ? കൈരളി മാത്രമാണോ? എന്തായാലും അത് അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് വാങ്ങിയതാണല്ലോ ഈ പ്രാവശ്യം LDFന് കൊടുക്കുന്നു, അത്ര തന്നെ. അതുകൊണ്ട് ഒക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നാണ് മോൻസാക്ക് ചോദിക്കുന്നത്. എന്തായാലും അങ്ങനെ കുറേയേറെ കമൻറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ SDPI വിഷയത്തിൽ മുന്നണികളുടെ നിലപാടിൽ ചർച്ച തുടരാം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം. SDPI വോട്ട് വേണ്ട എന്ന് ഇരു മുന്നണികളും എന്തുകൊണ്ടാണ് പറയാത്തത് എന്നുള്ളതാണ് വിഷയം. പ്രകാശനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ പ്രകാശൻ, താങ്കൾ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഈ 10 വർഷത്തിനിടയിൽ ഇവിടെ ഒരു വർഗീയ സംഘർഷവും ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലുള്ള സമയത്ത് ഈ 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ സംഘർഷവും ഇല്ലാതെ ഒരു കേരളമാണ്. അപ്പൊ അതുകൊണ്ട് തുടർന്ന് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരാൻ ആവശ്യമായിട്ടുള്ളത് തന്നെയാണ് വേണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ പ്രകാശൻ, നമ്മുടെ ചോദ്യം അതല്ല. SDPI വോട്ട് വേണ്ട എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. SDPI വോട്ട് വേണ്ടെന്നാണല്ലോ ഇടതുപക്ഷം പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ആരും. പിന്നെ ആര് പറഞ്ഞു? ഇടതുപക്ഷം പറഞ്ഞത് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് ജനറൽ സെക്രട്ടറി MA ബേബിയും ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഈ 2 പേരും SDPI വോട്ട് വേണ്ട എന്നൊരു വാക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല. SDPI വോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വർഗീയ പണ്ടേ ഉള്ള ഒരു നിലപാട് തന്നെയാണ്. അങ്ങനെയൊക്കെ എല്ലാവരും പറയും വർഗീയ പാർട്ടിയുടെ നിലപാട് വോട്ട് വേണ്ടെന്ന് പറയും. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് ഞാൻ ചോദിച്ചത്. വേണമെന്ന് പറഞ്ഞു, നമ്മളെ പൊതുവായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചർച്ച വരുന്നുള്ളൂ. അങ്ങനെയല്ലല്ലോ, അവർ SDPI നിയമത്തടക്കം പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചല്ലേ?
ഒരു തരത്തിലും ഈ വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ടെന്ന് മുമ്പേ ഒരു തീരുമാനമുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, SDP പാർട്ടി തന്നെ പ്രഖ്യാപിച്ചല്ലോ നിയമത്ത് ഞങ്ങൾ ശിവൻകുട്ടിയെ പിന്തുണയ്ക്കും, കഴിഞ്ഞ തവണ ഞങ്ങൾ ശിവൻകുട്ടിയെ പിന്തുണച്ചാണ് ജയിപ്പിച്ചത്, ഇത്തവണയും പിന്തുണയ്ക്കുമെന്ന് അവർ പറഞ്ഞല്ലോ. അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ വർഗീയ പാർട്ടി അതേ ഒരു നിലപാട്, ആ നിലപാട് തന്നെയാണ് ഉള്ളത്, അതിലൊരു മാറ്റവും ഇല്ല. ശരി, ഓക്കെ പ്രകാശൻ. ഇത് പ്രകാശൻ എനിക്ക് നല്ല മറുപടി പോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും MA ബേബിയും ഒക്കെ മറുപടി നൽകിയത്. ശ്രീ കൊച്ചുകുട്ടനാണ് ചവറയിൽ നിന്നും. ശ്രീ കൊച്ചുകുട്ടൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ശ്രീ കൊച്ചുകുട്ടൻ, ആ TV മ്യൂട്ട് ചെയ്യാവോ? പറഞ്ഞോളൂ ചേട്ടാ. ഞാൻ വിളിച്ചതേ, നമ്മളെ ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ പൊളിറ്റിക്കൽ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോ പൊളിറ്റിക്കൽ വിഷയമാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആണ് ചേട്ടാ. നമ്മളിപ്പം ഞാൻ പറയുമ്പോ നമ്മളെന്താ പറയാ, എല്ലാവരും പറയുന്നത് ഇലക്ഷൻ ആയതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ പറയാതിരിക്കും. പക്ഷെ അതല്ല, എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു തുറന്ന സദസ്സിൽ എനിക്ക് സംസാരിക്കാനും കാര്യങ്ങളും അതിന്റെ വ്യക്തമായിട്ട് തെളിവും കാര്യങ്ങളും എല്ലാം തരാൻ എന്റെ കയ്യിലുണ്ട്, ഡീറ്റെയിൽ ഉണ്ട്. എന്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്? അഴിമതി നടത്തിയതിന്റെ പേരിൽ നമ്മളിപ്പോ തന്നെ നമ്മുടെ ചവറയിൽ തന്നെ നമ്മുടെ ഒരു സ്കൂളിന്റെ ഒരു എന്താ പറയാ, സ്കൂളിന്റെ അത്ര നമ്മുടെ ദയവ് ചെയ്ത് ഇത് ന്യൂസ് 18 പൊതുവേദി അതൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർമാരെ അറിയിക്കാം. ഈ പരിപാടിയിൽ ശ്രീ കൊച്ചുകുട്ടൻ കേൾക്കൂ, ഈ പരിപാടിയിൽ നമ്മൾ എടുക്കുന്ന വിഷയങ്ങളുടെ ചർച്ച എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടറെ അറിയിക്കാം. ഇങ്ങനെ വിവരം ഉണ്ടെങ്കിൽ അത് ശരിയാണ് താങ്കളുടെ രേഖകളെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല. ശ്രീ സലീമാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ സലീം, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ SDP വോട്ടിനോട് വേണ്ടണം എന്നുള്ളൊരു നിലപാടാണോ ഈ മുന്നണികൾക്ക്? അത് മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഞാൻ പറഞ്ഞാൽ മതിയാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും അഭിപ്രായം പറയാം. ഒരു സംഘടന, SDP എന്നല്ല, കോൺഗ്രസ് അല്ല, BJP, RS, ഏത് സംഘടന ആയിക്കോട്ടെ, ഒരു സംഘടനയുടെ പേരിൽ LDF വോട്ട് വേണ്ട. ആവശ്യത്തിന് സംഘടനകൾ LDF-ലുണ്ട്. സംഘടനയുടെ പേരിൽ വേണ്ട, വ്യക്തിപരമായി ഏത് സംഘടനയിൽപ്പെട്ട ആൾക്കും LDF വോട്ട് ചെയ്യാം. അതിന് യാതൊരു വിരോധവുമില്ല. ഇതാണ് പിന്നെ LDF-ന്റെ ശരിയായ തീരുമാനം. അത് അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.